ഇന്ന് ഞാൻ നല്ല അടിപൊളിയായിട്ടുള്ള അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ആർക്ക് കൊടുത്താലും വേണ്ടാന്ന് പറയില്ല കേട്ടോ. കാരണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. നമുക്ക് വലിയ മെനക്കെടില്ലാതെ പെട്ടെന്ന് ചായക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നല്ല പഞ്ഞി മാതിരി ഇരിക്കുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത് നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പിൽ ചെയ്യാം, പക്ഷേ മൈദയിൽ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും ചേർത്തിട്ടുണ്ട്. പാൽപ്പൊടി നിർബന്ധമില്ല, നിങ്ങളുടെ അടുത്ത് പാൽപ്പൊടി ഇല്ലെങ്കിൽ പകരം പാല് ചേർത്തിട്ട് ഇത് കുഴച്ചെടുത്താൽ മതി. ഇളം ചൂടുള്ള പാല് ചേർത്തിട്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 3/4 ടീസ്പൂൺ ഈസ്റ്റാണ്. ചെറിയ ഈസ്റ്റ് ഉണ്ടല്ലോ, അതാണ് നമ്മൾ ചേർത്തില്ല. അതായതുകൊണ്ടാണ് ഡയറക്റ്റ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾ കുറേ നേരം ഇത് കുഴച്ച് വെക്കുന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ് തന്നെ മതിയാവും. പിന്നെ നമ്മൾ 2 നുള്ളി ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത്. കൈ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് കൈ പൊള്ളാൻ പാടില്ല, അങ്ങനത്തെ ചൂടുണ്ടല്ലോ, ആ ചൂടേ പാടുള്ളൂ. ചൂട് കൂടിപ്പോയി ഈസ്റ്റ് ആക്റ്റീവ് ആവില്ല. പിന്നെ അതേപോലെ തന്നെ തരിയായിട്ടുള്ള ഈസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ പഞ്ചസാരയും ഇളം ചൂടുള്ള വെള്ളത്തിൽ പഞ്ചസാരയും അതേപോലെ തന്നെ ഈസ്റ്റും ഇട്ട് വെച്ചിട്ട് പൊങ്ങിയതിന് ശേഷം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. അല്ലാതെ ഡയറക്റ്റ് മാവിലോട്ട് ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആവണ വരെ നമ്മൾ കുഴച്ചെടുക്കണം, അത് നിർബന്ധമാണ്. ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും മൈദ ആയതുകൊണ്ട്. അപ്പോൾ അതേ ഞാൻ നന്നായിട്ട് സോഫ്റ്റാക്കി കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് നന്നായിട്ടൊന്ന് ഫുള്ളായിട്ട് എണ്ണയൊന്ന് തടവി കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലപോലെ എണ്ണയാക്കി കൊടുക്കുക. അതേപോലെ തന്നെ പാത്രത്തിൻ്റെ സൈഡിലൊന്ന് ആക്കി കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത് ക്ലൈമറ്റിനനുസരിച്ച് സമയം വ്യത്യാസം വരാം. നല്ല ചൂടുള്ള സ്ഥലമാണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് തന്നെ നന്നായിട്ട് പൊങ്ങി കിട്ടും. അപ്പോൾ ഞാനിത് 1 മണിക്കൂറേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത്രയും പൊങ്ങിയാൽ മതി. അപ്പോൾ നമുക്കിനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് ഒരുപാട് തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ ഒരു 2-2.5 മണിക്കൂറൊക്കെ വെക്കേണ്ടി വരും ഒന്ന് ഇതേപോലെ ഒന്ന് പൊങ്ങാനായിട്ട്. അപ്പോൾ ഇനി ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മളിത് ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് കുട്ടിയായിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വലിയ ബോൾ വേണമെങ്കിൽ വലിയ ബോൾസ് ആക്കി എടുക്കാം, പക്ഷേ അത് വേവാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ നിന്ന് കുഞ്ഞ് ബോൾസ് ആക്കിയിട്ട് എടുക്കാം. നമ്മൾ പൂരിക്ക് എടുക്കുന്നില്ല, അത്രയും പോലും എടുക്കുന്നില്ല കേട്ടോ, അതിനേക്കാളും ചെറിയ ബോളാണ്. അപ്പോൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഉരുട്ടി കൊടുക്കുക. അധികം ക്രാക്കില്ലാതെ നമ്മൾ നന്നായിട്ട് ഉരുട്ടി എടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആ ഒരു ഷേപ്പ് കിട്ടും. അപ്പോൾ ഇതേപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇനി നമ്മൾ ഡയറക്റ്റ് ഇത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് പൊരിക്കാനായിട്ട് ഇവിടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഓയിൽ വേണ്ട, ജസ്റ്റ് ഇതൊന്ന് മുങ്ങിക്കിടക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ചൂടാവുന്ന സമയത്ത് ഇട്ട് കൊടുക്കാം. ഒരു 5-6 ഒരുമിച്ച് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. കുഞ്ഞു കുഞ്ഞു ബോൾസ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും, ഒത്തിരി സമയമൊന്നും വേണ്ട. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിതൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക. പിന്നെ വേവിക്കുന്നത് നിർബന്ധമായിട്ടും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം വേവിക്കാനായിട്ട്. അതേപോലെ തന്നെ എടുക്കുന്ന സമയത്ത് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഒട്ടും തന്നെ എണ്ണ കുടിക്കില്ല. ഇതങ്ങനെ എണ്ണ കുടിച്ചിരിക്കുന്ന സ്നാക്കൊന്നും അല്ല. ഇത് നമുക്ക് വേണമെങ്കിൽ ഫ്രൈഡ് ബണ്ണെന്ന് പറയാം. കാരണം ഏകദേശം ഒരു മധുരമുള്ള നല്ലൊരു ബണ്ണിൻ്റെ ആ ഒരു ടേസ്റ്റാണ് ഉണ്ടാവുക. കുട്ടീസിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അപ്പോൾ ഇത് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതെടുത്ത് മാറ്റാം. ഈ ഒരു കളറാണ് ഇതിന് പെർഫെക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇനി നമുക്കിതെടുത്ത് ഒരു ടിഷ്യൂ പേപ്പറിനകത്തോട്ട് മാറ്റിയാൽ മതി. അപ്പോൾ ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇടുന്ന സമയത്ത് മീഡിയം ഫ്ലെയിം ആക്കുക, പിന്നെ തീ കുറച്ചാൽ മതി. അപ്പോൾ ഇത് നമ്മുടെ അടുത്ത ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നല്ല ചൂടോടെ കഴിക്കാൻ നോക്കുക. നല്ല ചൂടോടെ കഴിക്കുന്ന സമയത്ത് പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക, ഉള്ളിൽ നല്ല പഞ്ഞി മാതിരിയാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഇതൊരെണ്ണം എടുത്തൊന്ന് കഴിച്ച് നോക്കാം. കണ്ടില്ലേ, നല്ല ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ക്രീം ബണ്ണൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.